ചിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ജോണിയാണെങ്കിൽ വന്ന് പറയുകയാണ്, പുള്ളിക്കൻ നാഗർകോവിലിനടുത്തുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, എന്തായാലും അവരുടെ കൂടെ വിക്രത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെ ജോണിയും പോകണം, എന്നിട്ട് അയാൾ എവിടെയാണെന്ന് കൃത്യമായി കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിച്ചറിയിക്കണം എന്ന് പറയാണ്. പോവാതിരിക്കില്ലെന്ന് പറയാണ്. അപ്പം ജോണി പറയാണ്, വാസവൻ സാർ എന്നോടും പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ പോകാൻ. അപ്പോൾ അത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ജോണിയും പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളെ അറിയിക്കണം എന്ന് പറയാണ്. അങ്ങനെ ജോണിയെ പറഞ്ഞു വിട്ടതിന് ശേഷം ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നാഗർകോവിലിലേക്ക് തിരിക്കണം. അതെന്തിനാ വെച്ചാന്ന് ചോദിക്കുകയാണ്. അല്ല, അവിടെ പുള്ളിക്കനെ കണ്ടെത്തിയാൽ ഉടനെ തന്നെ നമുക്ക് അവനെ തീർക്കണം. വാസവൻ ഇവിടുന്ന് അവിടെ വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യവും കഴിഞ്ഞ് നമുക്ക് തിരിച്ചെത്തിയിരിക്കണം എന്ന് ചന്ദ്രശേഖരൻ പറയുകയാണ്. പുള്ളിക്കനെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. കാരണം വാസവൻ ഇപ്പം തന്നെ ഒരു സംശയമുണ്ട്, വിക്രം അല്ല ഈ കാര്യം ചെയ്തത്. അപ്പം മറ്റാരാണ് എന്നുള്ള ഒരു സംശയം എന്തായാലും ഉണ്ടാവും. ആ ആളെ കണ്ടുപിടിക്കാൻ വാസവൻ നന്നായിട്ട് ശ്രമിക്കും. അതിന് ഒരു തുറുപ്പ് ചീട്ടാണ് പുള്ളിക്കൻ. അതുകൊണ്ട് തന്നെ പുള്ളിക്കനെ കണ്ടെത്തി ആ സത്യം വാസവൻ അറിഞ്ഞ പിന്നെ നമ്മുടെ കാര്യങ്ങൾ കുഴപ്പത്തിലാവും എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാലും അയാൾക്ക് ഇങ്ങനൊരു സംശയം തോന്നിയല്ലോ അച്ഛാ എന്ന് ശ്രീകാന്ത് പറയുകയാണ്. അതിന് കാരണം നിൻ്റെ സഹോദരിമാരാണ് വേദയും ദീപ്തിയും. വേദ പറഞ്ഞിട്ട് ദീപ്തിക്ക് മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം വാസവനെ അറിയിച്ചു. അപ്പോൾ വാസവനും ചിന്തിച്ച്, പുള്ളിക്കൻ ഈ പറയുന്നത് ശരിയാണോ? ചുമ്മാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഒരാളെ കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചൂടെ എന്ന് ദീപ്തി പറഞ്ഞാണ്. ആ കാര്യമാണ് വാസവൻ ഇപ്പം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന വഴിയായിരുന്നു വാസവൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ദീപ്തി വന്നാണ് ഇത്രയും കൊളാക്കിയെന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എന്തോ ചെയ്യാൻ, രണ്ട് സഹോദരിമാരും ഇങ്ങനെ ആയിപ്പോയി. ചന്ദ്രശേഖരൻ പറയാണ്, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് പുള്ളിക്കനെ തീർക്കുക. പുള്ളിക്കനെ തീർത്തില്ലെങ്കിൽ നമ്മൾ പെടും എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയത്ത് വേദയുടെ വീട്ടിലാണെങ്കിൽ വിക്രം ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ആകപ്പാടെ തകർന്ന അവസ്ഥയാണ്. വേദയാണെങ്കിൽ കട്ടിലിൽ വന്നിരുന്ന് ചാരിയിരുന്ന് ഇതൊക്കെ സങ്കടത്തോടെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോഴാണ് വിക്രം ഇറങ്ങി വന്നിട്ട് വേദയുടെ തിരിക്കുന്നത്. വേദയെ വിളിക്കുമ്പോൾ കണ്ണടച്ചിരുന്ന വേദ പെട്ടെന്ന് കണ്ണുറക്കുകയാണ്. വിക്രം എവിടെ പോയിരുന്നു? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വേദ അച്ഛനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ട്. അപ്പം വേദ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനാണോ എൻ്റെ കൂടെ കൂടിയതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് വേദ എന്നോട് പ്രതികാരം വീട്ടാനാണ് എൻ്റെ കൂടെ കൂടിയെന്നും പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അന്ന് വേദയോട് ചെയ്ത ക്രൂരതയ്ക്ക് തിരിച്ച് പ്രതികാരം ചെയ്യാനാണ് എൻ്റെ കൂടെ കൂടിയെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് വിക്രം വേദയെടുത്ത് പറയണം. അപ്പോൾ വേദ പറയാണ്, ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് എന്നെ അങ്ങനെയാണോ മനസ്സിലായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല വേദ. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. പിന്നെ ഒരു പരിചയവും ഇല്ലാത്ത നീ എൻ്റെ കൂടെ ഒരു താലി വെള്ളത്തിൽ എൻ്റെ കൂടെ വന്നത് എന്താണെന്ന് ഞാൻ പലവട്ടവും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വിക്രം പറയണം. അപ്പോൾ വേദ പറയാണ്, ഞാനിപ്പോൾ അച്ഛനോട് പറഞ്ഞത് സത്യമാണ്. ദേവി എനിക്കായി കാട്ടിത്തന്നതാണ് വിക്രം. മാത്രവുമല്ല, മറ്റുള്ളവരിൽ നിന്നും പല ആപത്തിൽ നിന്നും എനിക്ക് വിക്രത്തെ രക്ഷിച്ചേ പറ്റൂ. അതിന് ഞാൻ വിക്രത്തിൻ്റെ കൂടെ തന്നെ വേണം. ഞാനില്ലെങ്കിൽ ചിലപ്പോൾ വിക്രം ആപത്തിൽപ്പെട്ടാവോ എന്നൊരു പേടി എനിക്കുണ്ടെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, നീ എന്നെ ഇത്രയും മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നീ എന്നോടൊരു പകയ്ക്ക് പുറത്ത് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണെന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണെന്നും ഞാൻ വിചാരിച്ചത്. നീ എന്നെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യമായെന്ന് വേദ എടുത്ത് പറയാണ്. അപ്പോൾ വേദ പറയുകയാണ്, നിങ്ങളാദ്യം എന്നെ താലി കെട്ടിയപ്പോൾ ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നിയെന്ന് ശരി തന്നെ. പക്ഷേ അത് പതുക്കം കൊണ്ട് മാറി. വിക്രം എൻ്റെ ജീവനായി മാറി. മാത്രമല്ല വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയെ പോലായി എന്ന് വേദ പറയാണ്. അപ്പം വിക്രം പറയാണ്, നീ എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. നിന്നെപ്പോലെ ഒരു മരുമകളെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. മാത്രമല്ല എനിക്ക് നിന്നെപ്പോലൊരു ഭാര്യയും ഈ ജന്മത്തിൽ കിട്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദയെ കെട്ടിപ്പിടിക്കുകയാണ് വിക്രം. എന്നിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് വിക്രം വേദയ്ക്ക്. അതുപോലെ വേദയും വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയാണ്, ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിട്ടുപോകത്തില്ല. ഇനി ആർക്കൊട്ട് വിട്ടുകൊടുക്കത്തുമില്ല. ഒന്നിൻ്റെ പേരിൽ ഞാൻ നിന്നെ നഷ്ടമാക്കത്തില്ല എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, എന്നെങ്കിലും ഒരിക്കൽ വിക്രം എന്നെ സ്നേഹിക്കുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും കാലം വിക്രത്തിൻ്റെ കൂടെ ജീവിച്ചത്. മാത്രമല്ല എനിക്ക് ഒന്നിൻ്റെയും പേരിൽ വിക്രത്തെ ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു പാട്ടും കുറേ റൊമാൻറ്റിക് സീൻസൊക്കെ ഉണ്ട്. അങ്ങനെ വേദയും വിക്രവും ഒന്നാവുകയാണ്. ഇത്രയും കാലം അവർക്ക് നഷ്ടപ്പെട്ട പ്രണയം അവർ തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വേദയും വിക്രവും ഒന്നാവുകൊണ്ട് നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും
നല്ല മുഹൂർത്തങ്ങളെല്ലാം വേദയും വിക്രവും തിരിച്ചു പിടിക്കുകയാണ്. വിക്രത്തിന് ഒരിക്കലും വേദയെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. വേദയെ വിട്ടു പോകാനും പറ്റത്തില്ല. വേദയെ ആർക്കും വിട്ടു കൊടുക്കത്തില്ല എന്നൊരു തീരുമാനവും വിക്രം എടുക്കുന്നുണ്ട്. അങ്ങനെ വേദയും വിക്രവും കൂടെ ഒന്നാവുകയാണ്.